കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള കിച്ചടിയുടെ റെസിപ്പി നോക്കിയാലോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് കുക്കർ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറിയ ജീരകമാണ്. കുട്ടികൾക്ക് ഈ ചെറിയ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇത് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം എല്ലാം പകുതി ഒരു ചെറിയ കഷ്ണം വെച്ചിട്ട് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പിന്നെ സവോള, തക്കാളി, പിന്നെ ഞാൻ ചീരയും കൂടെ എടുത്തിട്ടുണ്ട്. ചീര അല്ലെങ്കിൽ മുരിങ്ങയില ഏത് വേണേലും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസും ചോറൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ കിച്ചടിയാക്കി കൊടുക്കുന്ന വളരെ നല്ലതാണ്. കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇത്. പിള്ളേർക്ക് മനസ്സിലാവത്തില്ല ഇതിൽ ചെറുപയർ അല്ലെങ്കിൽ ഇങ്ങനത്തെ പച്ചക്കറികളൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് അവർക്ക് ആ ഒരു ടേസ്റ്റ് മനസ്സിലാകത്തേ ഇല്ല. അവർ ഇഷ്ടത്തോടെ വാങ്ങി കഴിച്ചോളും. ഞാൻ എൻ്റെ മോൾക്ക് ഒരു 8 മാസം മുതൽ കൊടുക്കുന്ന ഒരു റെസിപ്പിയാണ്. അവർക്ക് ഇപ്പോഴും ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ ഇത് നന്നായിട്ട് നെയ്യിൽ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പൊ ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. പിന്നെ ചേർക്കുന്നത് അരിയും ചെറുപയറും കൂടെ ഒന്ന് കുതിർത്തതാണ്. ഇപ്പൊ ഞാൻ നെല്ലുത്തരിയാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചു. ചെറുപയറും, ഇനി ചെറുപയറിന് പകരം ചെറുപയർ പരിപ്പോ അല്ലെങ്കിൽ സാധാ തുവര പരിപ്പോ നമുക്ക് എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 വയസ്സിന്റെ മുകളിലുള്ള കുട്ടികളാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബസ്മതി റൈസ് ഒക്കെ എടുക്കുന്നതെങ്കിൽ കുതിർക്കേണ്ട ആവശ്യമില്ല, നേരെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നെല്ലുത്തരിയൊക്കെ കിട്ടുവാണെങ്കിൽ, അതായത് നല്ല നെല്ലുത്തരി കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 4 വിസിൽ വേവിച്ചെടുക്കാം. 4 വിസിലിന് എന്തെങ്കിലും 2 വിസിൽ, ഇപ്പം ബസ്മതി റൈസ് ഒക്കെ ആണെങ്കിൽ 4 വിസിൽ തന്നെ മതിയാകും. അപ്പം എനിക്ക് ഒരു 6 വിസിൽ വേണ്ടി വന്നു ഇത് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി. ഇനി ജസ്റ്റ് അതൊന്ന് ഉടച്ച് ചെറു ചൂടോടെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ചോറ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. അവർ വളരെ ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പം നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.